നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സർക്കാർ മേഖലയിലും സ്വദേശിവത്കരണം ശക്തമാക്കാൻ ചടുല നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കുവൈറ്റ്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നടപ്പാക്കി വരുന്ന സ്വദേശിവത്കരണ നടപടികൾക്ക് വേഗം കൂട്ടാനും ഒരു വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ സ്വദേശിവത്കരണം നടപ്പിലാക്കാനുമാണ് അധികൃതർ ഒരുങ്ങുന്നത്. ഇത് സംബന്ധമായ നടപടികൾ ആരംഭിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സ്വദേശികൾക്ക് കൂടുതലായി ജോലി നൽകണമെന്ന നയത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. വിദേശികൾക്ക് ജോലി തസ്തികയിൽ ഒരു വർഷം സമയം നൽകും. തുടർന്ന് സ്വദേശികൾ പ്രാപ്തരാകുന്ന മുറയ്ക്ക് ഇവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കുന്നത് നിർത്തും. സർക്കാർ മേഖലയിൽ നിന്നും വിദേശി തൊഴിലാളികളെ പൂർണ്ണമായും നീക്കി സ്വദേശികളെ നിയമിക്കുവാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് ലീഗൽ ആൻഡ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു. നിലവിൽ 4 ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരാണ് കുവൈത്തിലുള്ളത്. ഇതിൽ 20% വിദേശികളാണ്. നേരത്തെ സ്വദേശിവത്കരണം മൂലം കുവൈത്തിലെ സർക്കാർ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് വിദേശികളാണ് ജോലി നഷ്ടപ്പെട്ട കുവൈത്തിൽ നിന്ന് പോയത്. നിയമം നടപ്പിലായാൽ മലയാളികൾ അടക്കമുള്ള നിരവധി പ്രവാസികൾ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ സ്വദേശിവത്കരണ നടപടികൾ സൗദിയും വേഗത്തിലാക്കുകയാണ്. 2022 വർഷാവസാനത്തിന് മുൻപ് 11 പുതിയ മേഖലകളിൽ കൂടി സ്വദേശിവത്കരണ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യം പുറത്തിറക്കുമെന്ന് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ രാജ്ഹി അറിയിക്കുകയുണ്ടായി. സ്വദേശിവത്കരണം നടപ്പാക്കുന്ന മേഖലകളിൽ പ്രോജക്ട് മാനേജ്മെന്റിലെ പ്രൊഫഷണലുകൾ, സംഭരണം, ഭക്ഷണവും മരുന്നും ഉൾപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. റിയാദിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആസ്ഥാനത്ത് വ്യാപാരി വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്വദേശിവത്കരണം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം 2.13 ദശലക്ഷത്തിലധികം പുരുഷ സ്ത്രീ പൗരന്മാരായി വർദ്ധിക്കാൻ കാരണമാകുമെന്നും അൽ രാജ്ഹി പറഞ്ഞു. സൗദികളുടെ തൊഴിലില്ലായ്മ നിരക്ക് 9.7% കുറയുന്നതിലും സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം 35.6% ഉയർത്തുന്നതിലും സ്വദേശിവത്കരണം നിർണായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദി അറേബ്യയിൽ സ്വദേശിവത്കരണത്തിന്റെ ഭാഗമായി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ എല്ലാ തൊഴിൽ മേഖലകളിലും ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും ജോലി ചെയ്യാൻ അവസരം ഒരുങ്ങിയേക്കും. സൗദി അറേബ്യയ്ക്ക് പുറമെ UAE, ഖത്തർ, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളിലെ പൗരന്മാരെയും സ്വദേശിവത്കരിച്ച തസ്തികകളിൽ ഉൾപ്പെടുത്താം എന്നാണ് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ജോലികളിൽ ഗൾഫ് പൗരന്മാർ ജോലി ചെയ്യുന്നത് സ്വദേശിവത്കരണ ശതമാനത്തിൽ 1 കണക്കാക്കും എന്നാണ് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പറയുന്നത്. നേരത്തെ കമ്പനികളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും വിവിധ തസ്തികകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.